ഡിയർ സ്റ്റുഡൻസ്, ടെക് ഫോർമാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിലെ ലാബ് 19 ഇൻവെർട്ടിബിൾ ഫംഗ്ഷനിലെ ആക്ടിവിറ്റി 19.3 ആൻഡ് ആക്ടിവിറ്റി 19.4 ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്ടിവിറ്റി 19.1ഉം 19.2ഉം നമ്മൾ പറഞ്ഞത് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ തന്നെയാണ്. അതേ കാര്യം തന്നെയാണ് ഈ 19.3യിൽ പറയുന്നത്. 19.3യിൽ പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാണാൻ ഇൻവേർട്ട് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്ത് ചെയ്യുന്നതും അതുപോലെ റിലേഷൻ ബിറ്റ്വീൻ ദ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ് എന്നിവയ്ക്കാണ് ആക്ടിവിറ്റി 19.3യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 19.2യിലും നമ്മൾ പറഞ്ഞത് ഇതേപോലെ ഇൻവേഴ്സ്, ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ 19.3യിലേക്ക് നമുക്ക് പോകാം. 19.3 എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ 3 ആണ്. ഈ 3 എന്ന് പറയാൻ കാരണം ആക്ടിവിറ്റി 1നും 2ലും പറഞ്ഞത് ഇതേ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ തന്നെയാണ്. ഇവിടെ നമ്മൾ പ്രൊസീജിയർ പറയുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ എസ് ക്യൂബാണ്. പിന്നെ അതുപോലെ അതിൻ്റെ എഫ് ഇൻവേഴ്സ് എക്സ് നമ്മൾ ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് പറയുന്ന ഒരു ഇൻപുട്ട് കമാൻഡാണ് പറയുന്നത്. ഇൻപുട്ട് ബോക്സിൽ ഇൻവേർട്ട് എഫ് എന്ന് പറയുന്നൊരു കമാൻഡ് കൊടുത്ത് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. എന്നിട്ട് ഡ്രോ ദ ലൈൻ വൈ ഈസ് ഈക്വൽ ടു എക്സ്. ആ വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ ഡ്രോ ചെയ്തിട്ട് ഇതിൻ്റെ ഈ എഫിനെയും എഫ് ഇൻവേഴ്സ് എക്സിനെയും ഇവിടെ നമുക്കൊന്ന് കമ്പയർ ചെയ്യുക. ഈ വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ വെച്ച് കമ്പയർ ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ജിയോജിബ്ര ഞാൻ ഓപ്പൺ ചെയ്യുന്നു. നമ്മളടുത്ത് പറയുന്ന ഗ്രാഫ് എസ് ക്യൂബിൻ്റെ ഗ്രാഫാണ് നമ്മളടുത്ത് പറയുന്നത്. എസ് ക്യൂബിൻ്റെ ഗ്രാഫ് വരച്ചു. അത് നമ്മൾ എഫ് എന്ന് എടുക്കാം. എന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ, ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഇൻപുട്ട് ബോക്സിൽ ഒരു കമാൻഡ് കൊടുക്കാം. ഇൻവേഴ്സ് എന്നുള്ള ഇൻവേർട്ട് എഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ വേണേൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റിനകത്താണ് ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഫ്, നമ്മുടെ ഫംഗ്ഷൻ എഫ് ആണ്, എഫ് എന്ന് കൊടുത്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്താലും നമുക്കിത്. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നൊരു ലൈൻ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഇൻവേഴ്സ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഈ ഗ്രീൻ, നമുക്ക് ഇവിടെ തന്നെ നോക്കി പറയാൻ പറ്റും, ഗ്രീൻ കളറുള്ളതാണ് എഫ്. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ് ഈ റെഡ് കളറുള്ളത്. ഇത് വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫാണ്. അപ്പോൾ ഇവ നമ്മളൊന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന ലൈനും അതുപോലെ ഒരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ എസ് ക്യൂബിൻ്റെ ഇൻവേഴ്സും, എക്സ് ക്യൂബും ആൻഡ് ഇൻവേഴ്സും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് നോക്കി പറയാൻ പറ്റും. ഇവിടെ പറയാം, ഈ വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ ഇതിനെ ഈ ഇൻവേഴ്സിനെയും അതുപോലെ ഈ ഫംഗ്ഷനും സിമ്മട്രിക്കാന്ന് പറയാൻ പറ്റും. നമുക്ക് ഒരെണ്ണം മാത്രം കൊടുത്താലും ഇത് സിമ്മട്രിക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കിട്ടുന്നതെന്ന് പറയാൻ പറ്റും. ഈ ലൈനിൽ, ഈ വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനിൽ എഫിൻ്റെ റിഫ്ലക്ഷനാണ് എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് നമുക്ക് ഇവിടെ നിന്നും പറയാവുന്നതാണ്. ഞാൻ മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണ്. ഞാൻ ഇവിടെ ഇൻപുട്ട് ബോക്സ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എസ് സ്ക്വയർ എന്ന് പറയുന്ന ടൈപ്പ് ചെയ്യുന്നു. ഇത് ഞാൻ ഹൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇൻവേർട്ട് ഫംഗ്ഷൻ, ഇവിടുത്തെ പി ആണ്, പി എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് വരുന്നത്. അപ്പം ഞാൻ ഈ ലൈൻ എടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് ഇത് നമുക്ക് റിഫ്ലക്ഷൻ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഫംഗ്ഷൻ എന്തല്ല, ഇൻവേർട്ടിബിൾ അല്ല. കാരണം ഇതൊരു 1 1 അല്ല, 1 അല്ല. അപ്പോൾ 1 നമ്മൾ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാം. ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഇത് 0 to ഇൻഫിനിറ്റി എന്ന് നമുക്ക് അതിൻ്റെ ഡൊമൈനെ മാറ്റുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം.
എങ്കിൽ ഞാൻ അതിനെ ഒന്ന് ഞാൻ സ്ക്വയർ അതിനെ ഞാൻ കോമ ഇട്ടിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഇത് ഞാൻ ഹൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് സ്ക്വയറിൻ്റെ ഗ്രാഫാണ്. ഇതിൻ്റെ ഇതിൻ്റെ ഇൻവേഴ്സാണ്. എക്സ് സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് √x ആണെന്ന് നമുക്കറിയാം. സ്ക്വയറിൻ്റെ √x ആണെന്ന് നമുക്കത് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ആക്ടിവിറ്റി 19.1 കണ്ടതാണ്. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കമ്പയർ ദ ഗ്രാഫ് ഓഫ് എഫ് ആൻഡ് എഫ് ഇൻവേഴ്സ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എബോവ് ലൈൻ വാട്ട് യു ഒബ്സർവ്. നമുക്ക് അനുസരിച്ച് പറഞ്ഞു നമ്മൾ എഫും എഫ് ഇൻവേഴ്സും തമ്മിൽ ഉള്ള റിലേഷൻ എന്ന് പറയുന്നത് അത് റിഫ്ലക്ഷൻ, അതായത് സിമെട്രിക് എന്ന് പറയാം. അതുപോലെ നമുക്ക് പറയാം y = x എന്ന് പറയുന്ന ലൈനിൽ എഫിൻ്റെ റിഫ്ലക്ഷനാണ് എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ പറയാം ഇഫ് വി നോ ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഹൗ ക്യാൻ വി ഡ്രോ എ റഫ് സ്കെച്ച് ഓഫ് എഫ് ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് അറിയാമെങ്കിൽ ഫംഗ്ഷൻ എഫ് അറിയാമെങ്കിൽ അതിൻ്റെ എഫ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തൊട്ടുമ്പേ പറഞ്ഞ തന്നെയാണ്. നമുക്ക് എന്താ റിഫ്ലക്ഷൻ എടുത്താൽ മതി. റിഫ്ലക്റ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അത് ഞാനത് കാണിച്ചു തരാം. അതിന് വേണ്ടി ജിയോജിബ്ര ഓപ്പൺ ചെയ്തിട്ട് ഞാൻ വേറൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ തന്നെ എടുക്കുകയാണ്. എന്നിട്ട് y = x എന്ന് പറയുന്ന ലൈൻ എടുക്കും. ഇവിടെ നിന്നും റിഫ്ലക്റ്റ് എബൌട്ട് എ ലൈൻ എന്ന് പറയുന്ന ടൂൾ എടുത്ത് ഈ കർവിലും അതായത് എഫിലും ഈ ലൈനിലും ക്ലിക്ക് ചെയ്താൽ ഇത് കിട്ടുന്നത് അതിൻ്റെ റിഫ്ലക്ഷനാണ്. പക്ഷെ അവിടെ കിട്ടുമ്പോൾ അതിൻ്റെ പാരാമെട്രിക് ഫോമാണ് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. അതാണ് നമുക്കിവിടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതാണ് അത് നമുക്ക് ഇവിടെ പറയുന്നത് ക്ലിക്ക് ഓൺ ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ആൻഡ് ദെൻ ഓൺ ദ ലൈൻ. ഇത് തിരിച്ച് ചെയ്താലും നമുക്ക്, അതായത് ഗ്രാഫിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞാണ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് സ്ക്വയർ ഫൈൻഡ് ദിസ് റിഫ്ലക്ഷൻ ഓൺ ദ ലൈൻ y = x ഡസ് ഇറ്റ് റെപ്രസെൻറ്റ് എ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ y. കാരണം അത് ഫംഗ്ഷൻ്റെ നമ്മൾ ഈ പറഞ്ഞാണ് അതൊരു 1-1 ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് റിഫ്ലക്ഷൻ കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വേണേൽ നോക്കാം. ഇതിൻ്റെ റിഫ്ലക്ഷൻ നോക്കിയാൽ ഈ റിഫ്ലക്ഷൻ ടൂൾ എടുത്ത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇത് രണ്ടും എന്തല്ല, ഇൻവേർട്ടിബിൾ അല്ല. അപ്പം നമുക്കത് യഥാർത്ഥത്തിൽ ഈ ഫംഗ്ഷൻ എടുക്കാം. ഞാൻ നേരത്തെ റെസ്ട്രിക്റ്റ് ചെയ്ത ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗ്രാഫ് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കത് റിഫ്ലക്ഷൻ ടൂൾ എടുത്ത് y = x എന്ന് പറയുന്ന ലൈനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അത് റിഫ്ലക്റ്റ് ചെയ്യുകയാണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മളടുത്ത് പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ടു ഗെറ്റ് എ ഗ്രാഫ് ഓഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ റെസ്ട്രിക്റ്റ് ദ ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ ഇഫ് നീഡാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്തു. മേക്ക് 1-to-1 ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ദിസ് റെസ്ട്രിക്റ്റ് ഡൊമൈൻ ഫൈൻഡ് ദിസ് റിഫ്ലക്ഷൻ ഓൺ ദ ലൈൻ y = x എന്ന രീതിയിൽ നമുക്കിതിനെ കണ്ടുപിടിക്കാവുന്നതാണ് പറയുന്നത്. ഇനി നമ്മളടുത്ത് പറയുന്ന ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ് ആൽജിബ്രിക്കലി ആൻഡ് ഡ്രോ ഇറ്റ്സ് ഗ്രാഫ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ. Find the reflection on the line y = x. Verify whether to coincide with the graph of the inverse of the function. Find the domain and the range of the function. ഇവിടെ നമ്മളടുത്ത് പറയുന്നത് ഈ ഓരോ ഫംഗ്ഷൻ്റെയും നമ്മുടെ പുതിയ മാനുവലിൽ ഇത്രയില്ല. ഇതും 2 ഉള്ളൂ, 2-3 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് അതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ ആൾജിബ്രിക്കലി കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ എഫിൻ്റെയും എഫ് ഇൻവേഴ്സ് എക്സിൻ്റെയും ഗ്രാഫ് നമ്മൾ ജിയോജിബ്ര ഉപയോഗിച്ച് വരയ്ക്കുക. എന്നിട്ട് അത് കോയിൻസൈഡ് ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. അതായത് നമ്മൾ വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കത് കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ അത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് ഡൊമൈനും റേഞ്ചും ആ എഫ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ. ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് വേറെ കാര്യം പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇൻ ആൾജിബ്ര വ്യൂ ദി ഇക്വേഷൻ ഓഫ് റിഫ്ലക്റ്റഡ് കർവ് ഈസ് ഷോൺ ഓൺലി ഇൻ ദ പാരാമെട്രിക് ഫോം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ നമ്മളൊരു കർവ് അതിൻ്റെ റിഫ്ലക്ഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ
ഇപ്പോൾ ഒരു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ റിഫ്ലക്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ആൾജിബ്രിക് വ്യൂവിൽ അതിൻ്റെ പാരാമെട്രിക് ഫോമാണ് തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ കമാൻഡ് ഇൻവേർട്ട് എഫ് കൊടുക്കുകയാണെങ്കിൽ ഗിവ്സ് ദ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇത് ഇൻവേർട്ട് എഫ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് തരുന്നത്. അതിപ്പം എക്സ്പ്ലിസിറ്റ് ഇക്വേഷൻ ആണെങ്കിലും എക്സ്പ്ലിസിറ്റ് ഫോം ആയാലും നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഇൻവേഴ്സ് ആണ് കിട്ടുന്നത്. പിന്നെ നമുക്കിവിടെ പറയാം ഇറ്റ് ഈസ് നെസസറി ടു റെസ്ട്രിക്റ്റ് ഡൊമൈൻ ടു ഗെറ്റ് ഇൻവേഴ്സ് ബട്ട് ഇൻ ദിസ് കമാൻഡ് ഓൾസോ സം ഡ്രോബാക്ക്. കാരണം ചില കേസിൽ നമ്മൾ ഇവിടെ തന്നെ നോക്കുക, ഇവിടെ ഇറ്റ് വർക്ക് നമ്മൾ ഈ പറഞ്ഞ ഇൻവേർട്ട് ബ്ലഫ് വർക്ക് ചെയ്യുന്നത് ഇത് ഫംഗ്ഷൻ കണ്ടെയ്ൻ ജസ്റ്റ് 1x, ഒരു എക്സേ വരാൻ പറ്റുള്ളൂ. ഒന്നിലധികം എക്സ് വരികയാണെങ്കിൽ ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ വരികയാണെങ്കിൽ അപ്പം നമുക്കതിനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ഇൻവേർട്ടബിൾ കിട്ടത്തില്ല. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മളടുത്ത് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നെ ഞാൻ ടൈപ്പ് ചെയ്യാം. ഞാനൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, സ്ക്വയർ -4x + 7 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു. ഒരു സെക്കൻഡ് ഡിഗ്രി അതൊക്കെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷനാണിത്. ഇവിടെ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇൻവേർട്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ പേര് എസ് എന്നാണ്. എസ് എന്ന് കൊടുത്ത് എൻ്റർ ചെയ്താൽ ഇവിടെ അൺഡിഫൈൻഡ് എന്നാണ്. ഇതാണ് അവിടെ ഡ്രോബാക്ക് നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് ഇതിനെ ഒരു കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് എന്നൊക്കെ നമ്മളിതിനെ പഠിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അത് ചെയ്താലും മതി. അപ്പോൾ കംപ്ലീറ്റ് ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് സ്ക്വയർ ആക്കുക. കംപ്ലീറ്റ് സ്ക്വയർ ഇക്വേഷൻ്റെ പേര് എസ് ആണ്. എസ് കൊടുത്തിട്ട് ടൈപ്പ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് സ്ക്വയറായി മാറി. എന്നിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെന്നാണ് ഈ നമുക്ക് പറയുന്നത്. അപ്പോൾ ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ G1 എന്നാണ്. G1 ടൈപ്പ് ചെയ്യുന്നത് G_1 ആണ്. അപ്പോൾ നമുക്കതിൻ്റെ പക്ഷേ ഇത് നോക്കണം, ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് എന്താവത്തുള്ളൂ, ഇത് ഇൻവേർട്ടബിൾ ആവത്തുള്ളൂ. അതുകൊണ്ട് ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാമെങ്കിൽ അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു പരാബോള ആയിരിക്കും. അപ്പോൾ ഇതൊരു പരാബോളയാണ്. അതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് നമുക്ക് ഇതിനെ ഇൻവേർട്ടബിൾ ആക്കാം. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് H1 ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ മറ്റൊരു കേസാണ് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ വരിക. അപ്പം അതിപ്പം ന്യൂമറേറ്ററിൽ എക്സ് എന്ന രീതിയിൽ വന്നു. അപ്പം 1/x+2 എന്ന് പറഞ്ഞത് കുഴപ്പമില്ല. നമുക്കിപ്പം x/x+3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്കതിനെ x നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുന്നത് x+3 എന്ന രീതിയിൽ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഫംഗ്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നേരിട്ട് ഇൻവേർട്ട് എന്ന് ടൈപ്പ് ചെയ്താൽ നേരത്തെ കണ്ട എറർ നമുക്ക് കാണിക്കും. ഇവിടുത്തെ ഫംഗ്ഷൻ്റെ പേര് Q1 ആണ്. Q_1 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. അത് അവിടെ കിട്ടുന്നത് അൺഡിഫൈൻഡ് എന്നാണ് കിട്ടുന്നത്. അതിന് കാരണം മുമ്പേ പറഞ്ഞാണ്, നമുക്ക് സിസ്റ്റം അങ്ങനെ ഒരു കമാൻഡ് എടുക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിന് ചെയ്യുന്നത് ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുക. പാർഷ്യൽ ഫ്രാക്ഷൻ ഇതിൻ്റെ പേര് Q_1 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ ഇവിടെ കിട്ടും. ഇതൊക്കെ ഞാൻ ഹൈഡ് ചെയ്യും. രണ്ടും ഒരേ ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് നമുക്കിതിനെ ഇതുപോലെ ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ഇൻവേർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ഫംഗ്ഷൻ എഫ് എന്ന് എഫ് അല്ല നമ്മുടെ T_1 അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് നമുക്കിവിടെ കിട്ടും. ഇതൊക്കെ നമുക്ക് നോക്കിയാൽ ഇത് വെച്ച് നമുക്കറിയാം ഇതിൻ്റെ സിമെട്രിക്കാന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്കിവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ടൈപ്പ് ചെയ്തു, അതിനുശേഷം ഇൻവേർട്ടിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ പാർഷ്യൽ കംപ്ലീറ്റ് സ്ക്വയർ, അതിനുശേഷം ഇൻവേർട്ടബിൾ, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരുമിച്ച് ഈ ഫംഗ്ഷൻ പോലും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട് x/x+3 എന്ന് പറയുന്നൊരു ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻവേർട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ബ്രാക്കറ്റിൽ x/x+3 എന്ന് ടൈപ്പ് ചെയ്താലും മതി.
അതുപോലെ കംപ്ലീറ്റിംഗ് സ്ക്വയർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇൻവേർട്ട് കംപ്ലീറ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഏത് സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണോ അത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ അത് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ചെയ്യാവുന്നതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിന് കാസ് എന്ന് പറയുന്ന ഒരു വ്യൂ ഉണ്ട്, അതായത് കമ്പ്യൂട്ടർ ആൾജിബ്രിക്കൽ സിസ്റ്റം എന്നാണ് ഇതിൻ്റെ പേര്. അത് നമുക്കിവിടെ നിന്നും വ്യൂവിനകത്ത് പോയാൽ ഈ കാസ് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഒരു ഫങ്ഷൻ ഇൻവേർട്ട് ഞാനിവിടെ പറയുന്ന ഒരു ഫങ്ഷൻ എടുക്കുകയാണ്. കണ്ട എസ് അപ്പോൾ അതിൻ്റെ ഇൻവേർട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും, കാരണം നേരത്തെ അതേ പ്രോബ്ലം വരുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇൻവേർട്ട് എസ് എന്ന് കൊടുത്തായിരുന്നെങ്കിൽ നമുക്കിവിടെ നേരത്തെ അൺഡിഫൈൻഡ് ആണ് കാണിച്ചത്. പക്ഷേ നമ്മൾ ക്ലാസ് വ്യൂ എടുത്ത് ടൈപ്പ് ചെയ്താൽ ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അതുപോലെ അടുത്ത ഇതുകൂടെ വേണമെന്ന് നോക്കാം. ഇൻവേർട്ട് ഫങ്ഷൻ ഞാനിവിടെ എടുക്കുന്ന ഇതാണ് Q1 Q_1 എന്ന് പറയുന്ന ഫങ്ഷൻ എടുത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടുന്നത്. അതായത് ഇത് തന്നെയാണ്, ഇതിൻ്റെ വേറൊരു ഫോം ആണെന്നേ ഉള്ളൂ. ഇത് രണ്ട് സെയിം ആണ്, ഇതിൻ്റെ വേറൊരു ഫോം നമുക്ക് തന്നിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ആൾജിബ്രിക് വ്യൂവിൽ നമ്മളിതേപോലെ അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫിക്സ് വ്യൂവിൽ ഇങ്ങനെ നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഗ്രാഫ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് ഇതുപോലെ സൂം ഔട്ട് ചെയ്താൽ ഇത് കാണാൻ പറ്റും. മറ്റേ ഗ്രാഫ് ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൂടെ ഓർത്ത് വെച്ചേക്കണം. ഈ നമ്മളിങ്ങനെ ഇൻവേർട്ട് കണ്ടുപിടിക്കുമ്പോൾ എന്തെങ്കിലും ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഈ ചില സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനൊക്കെ വരിക, അല്ലെങ്കിൽ അതുപോലെ ഡിനോമിനേറ്ററിൽ എക്സ് വരുന്ന അതുപോലെ ഫ്രാക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേർട്ട് നമ്മൾ ഇൻപുട്ട് ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടത്തില്ല, എറർ കാണിക്കും. ഒന്നെങ്കിൽ അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്ക്വയർ ആക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ കാസ് എന്ന് പറയുന്ന വ്യൂ എടുത്ത് ടൈപ്പ് ചെയ്താൽ അത് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അവിടെ അതിൻ്റെ ഗ്രാഫ് നമുക്ക് അവിടെ നിന്നും വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതിനകത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, പിന്നെ ഇതിൽ പറയുന്ന വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇത് തന്നെ നോക്കാം. എഫ് ആണ്. ഇതിൽ നിന്നും നമുക്ക് അതിൻ്റെ എഫ് ഇൻവേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എക്സ് എന്ന് പറയുന്നത് 2 മൾട്ടിപ്ലൈ ചെയ്ത് 3 ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവസാനം ചെയ്തേക്കുന്നത് 3 ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ എക്സ് തന്നെ 3 ആഡ് ചെയ്തേക്കുന്നത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പം x-3 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുന്നത് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് x-3/2 ആണ്. ഉണ്ടോ? അതെങ്ങനെ ഇവിടെ ആഡ് ചെയ്തേക്കുന്നത് എക്സ് എടുക്കുക, അതിന് ആഡ് ചെയ്തേക്കുന്നത് സബ്ട്രാക്ട് ചെയ്യുന്നു, പിന്നെ ഇൻറ്റു ചെയ്തേക്കുന്നത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതാണ്, നമുക്കത് നോക്കാം. ആ ഫങ്ഷൻ ഞാനിവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതൊക്കെ ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഞാൻ പുതിയ ഒരു വിൻഡോ എടുക്കുകയാണ്, നിർബന്ധമില്ല. ഇപ്പോഴത്തെ ഫങ്ഷൻ 2x+3 ആണ് നമ്മുടെ ഫങ്ഷൻ. അത് ടൈപ്പ് ചെയ്യുക. ഇതിൻ്റെ ഇൻവേഴ്സ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻവേർട്ട് എന്ന് ടൈപ്പ് ചെയ്താലും മതി. ഇൻവേർട്ട് ഇൻവേർട്ട് എഫ് എന്ന് കൊടുക്കുന്നു. നമ്മുടെ അപ്പോൾ കിട്ടിയത് x-3/2 തന്നെയാണ്. നമ്മൾ പറഞ്ഞപ്പോൾ ആൾജിബ്രിക്കലി നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി നോക്കിയപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ശരിയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിനും റേഞ്ച്, അതായത് ഇതാണ് എഫ് ആണ്, ജി ആണ് നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡൊമെയിൻ നമുക്കറിയാം റിയൽ നമ്പറാണ്, അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് റിയൽ നമ്പറാണെന്ന് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് കൊണ്ട് നോക്കാം. അതിനുവേണ്ടി വേണമെങ്കിൽ നമുക്കിവിടെ മറ്റൊരു അടുത്ത പറയുന്ന ഫംഗ്ഷൻ എടുക്കുന്നു. റൂട്ട് x+2 ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് റൂട്ട് മാറ്റണം. അപ്പോൾ എക്സ് റൂട്ട് മാറ്റുമ്പോൾ s² ആണ്. ആദ്യം നമ്മൾ എക്സ് എടുക്കുക, അതിൻ്റെ ഈ റൂട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ സ്ക്വയർ എടുക്കുന്നു. s², പ്ലസ് ചെയ്തേക്കുന്ന 2 കുറയ്ക്കുമ്പോൾ s² - 2 ആണ് നമ്മുടെ ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്.
നമ്മൾ സാധാരണ ക്ലാസ് ചെയ്യുന്നത് y = എടുക്കുക, സ്ക്വയർ ചെയ്യുമ്പം y² = x+2, x കണ്ടുപിടിക്കുമ്പോൾ y² - 2 ആണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാം a² - 2 എന്ന് പറയാം. അതുപോലെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതോടൊന്ന് ടൈപ്പ് ചെയ്യുവാണ്. SQRT ബ്രാക്കറ്റിൽ x+2 ഇത് ഹൈഡ് ചെയ്യുന്നു. ഇനി ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇൻവേർട്ട് എന്ന് കമാൻഡ് കൊടുത്ത് നമുക്കിത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇൻവേർട്ട് ഫംഗ്ഷൻ ഇവിടെ h ആണ്, h ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഇൻവേർട്ട്, ഈ ഫംഗ്ഷൻ്റെ ആവശ്യം ഇൻവേർട്ട് SQRT x+2 എന്ന് കൊടുത്താൽ നമുക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടിയ നമ്മൾ പറഞ്ഞ a² - 2 തന്നെയാണ് കിട്ടിയത്. പക്ഷേ അത് ഇൻവേഴ്സ് പറയുമ്പോൾ ഇത്രയും പാർട്ടേ വരത്തുള്ളൂ എന്നുകൂടി ഓർത്ത് വെച്ചിരിക്കുക. ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് പരാബോള ആയിരിക്കും വരുന്നത്. അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അത് 1 1 കൊണ്ട് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ മുതൽ ഇങ്ങോട്ടേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എഫിൻ്റെ ഡൊമെയിൻ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ -2 എന്നും അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to ∞ എന്നും പറയാം. പക്ഷേ ഇവിടെ പറയുമ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് 0 to ഇവിടെ വരെ മതി, 0 to ∞ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -2 ∞ ആയിരിക്കും. ഇവിടെ മനസ്സിലാക്കിയോളൂ, ഡൊമെയിൻ അതിന് റേഞ്ച് ആയാലും അത് നമ്മളൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇത് ടൈപ്പ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളതിന് ഇത്രയും ചെയ്താൽ മതി. ആദ്യം അതിനെ -5 ഇത് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിതാണ് കിട്ടിയ ഫംഗ്ഷൻ. പക്ഷേ ഇതിനെ സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് നമുക്കിതിനെ കണ്ടുപിടിക്കുമ്പോൾ ഇൻവേർട്ട് ബ്രാക്കറ്റിൽ കംപ്ലീറ്റ് സ്ക്വയർ ഫംഗ്ഷൻ്റെ പേര് Q എന്ന് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിച്ചാൽ നമുക്കിതിൻ്റെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഇന്നും ഇതിൻ്റെ ഇതാണ് നമുക്ക് കിട്ടിയ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡൊമെയിൻ പറയാൻ പറ്റും. ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഇത് ഇവിടെ നിന്നുമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. -6 അല്ലേ, -6 to ∞ എന്ന് പറയാം. അപ്പോൾ ഇത് നോക്കി നമുക്ക് ഇതിൻ്റെ ഡൊമെയിൻ റേഞ്ചും ഒക്കെ എഴുതാവുന്നതാണ്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് 1/x - 2. ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ പ്രശ്നം വരുന്നില്ല. നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത് ഹൈഡ് ചെയ്യുന്നു. ബ്രാക്കറ്റിൽ x+1 ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇൻവേർട്ട് ഫംഗ്ഷൻ്റെ പേര് P എന്ന് കൊടുത്താൽ നമുക്കതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതിൻ്റെ ഡൊമൈൻ റേഞ്ചൊക്കെ നമുക്കിതിൽ നിന്ന് ഗ്രാഫിൽ നിന്ന് എഴുതാവുന്നതാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ അടുത്ത പ്രശ്നം അതല്ല, അടുത്തത് ഇപ്പം x/x+2. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന x+1 ആയിരുന്നു. നമുക്ക് പറഞ്ഞിരിക്കുന്ന x - 2 ആണ്. 1/x - 2 ആണ്. അത് ടൈപ്പ് ചെയ്യുക. അടുത്ത ശ്രദ്ധിക്കുക, നമുക്ക് x/x+2 ആഡ് ചെയ്യുന്നത് x/x+2 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ്. പക്ഷേ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇൻവേർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റിൽ വീണ്ടും പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് R ആണ്. R എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ അതിൻ്റെ ഇത് വരും. അതിൻ്റെ റേഞ്ചും ഡൊമൈനും ഒക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട നമുക്ക് പക്ഷേ ഇപ്പോൾ പുതിയ മാനുവലിൽ ഇത് 3 മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ളത് നമ്മൾ ചെയ്ത് പഠിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ഇത്രയും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒബ്സർവേഷനാണ്. ഒബ്സർവേഷൻ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇത് ഓരോന്നിൻ്റെയും
എഫ് ഇൻവേഴ്സും അതിൻ്റെ ഡൊമെയിനും റേഞ്ചും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇതൂടെ നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. അടുത്തത് ആക്ടിവിറ്റി 19.4 ആണ്. അതെന്ന് പറയുന്നത് കോമ്പോസിഷൻ ആൻഡ് ഇൻവേഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ലാബ് 18 ഉപയോഗിച്ച ആക്ടിവിറ്റി 18.4 ഒരു അപ്ലെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു അപ്ലെറ്റാണ്, അത് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്യാം. അതിനകത്ത് നമുക്കറിയാവുന്നതാണ് ഈ ഫംഗ്ഷൻ്റെ കോമ്പോസിറ്റ്, രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിറ്റിൻ്റെ ഗ്രാഫും ആ ഫംഗ്ഷനും ഏതാണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച ഒരു അപ്ലെറ്റാണ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇതായിരുന്നു നമുക്ക് തന്നിരുന്നത്. ഇതെന്ന് പറയുന്നത് ഇപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറും ജി ഓഫ് എക്സ് സൈൻ എക്സും ആണെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് കണ്ടുപിടിക്കാനെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്കറിയാം ഈ പോയിൻ്റാണ്, ഈ ഡി എന്ന് പറയുന്ന പോയിൻ്റ് ആണ് ഇതിൻ്റെ ട്രേസിനെ ഡിനോട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ പാത്ത് അനുസരിച്ച് ഇതിനിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ അനിമേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോമ്പോസിറ്റ് എങ്ങനെ വരുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ആണ്. ഇതിൻ്റെ ലോക്കസ് ഉപയോഗിച്ച് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. സൈൻ ഓഫ് എസ് സ്ക്വയർ ആണ് നമുക്കിവിടെ ജി കോമ്പോസിറ്റ് എഫിൻ്റെ എന്ന് പറയുന്നത്. ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് സൈൻ ഓഫ് എസ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കതനുസരിച്ച് നമുക്കിങ്ങനെ ഗ്രാഫ് വരയ്ക്കാവുന്നതാണ്. അത് ലോക്കസ് ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ പറയുന്ന ആക്ടിവിറ്റി ഇതില്ല. നമ്മളടുത്ത് പറയുന്നത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് 3x-2 എടുക്കുക. നമ്മൾ ജിയോജബ്ര എടുത്തിട്ട് നമ്മൾ ആക്ടിവിറ്റി എടുത്തിട്ട് ഇവിടെ 3x-2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. x+2 ബ്രാക്കറ്റിൽ ഈ ഒരു ഫംഗ്ഷനോട് ടൈപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ടൈപ്പ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന അനിമേഷൻ നമ്മൾ ഓൺ ചെയ്താൽ, ഞാൻ ഈ ലോക്കസ് കൂടെ മാറ്റുകയാണ്. പിന്നെ ഇവിടുത്തെ ഈ പോയിന്റ് ഞാൻ അല്പം കൂടി ഇൻക്രിമെൻ്റ് ഞാൻ പോയിന്റ് 001 ആക്കി മാറ്റുകയാണ്. എങ്കിലും അത് കൂടുതൽ അടുത്ത് നിൽക്കത്തുള്ളൂ. എന്നിട്ട് ഞാൻ ഈ അനിമേഷൻ ഓൺ കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ നമുക്കറിയാം ഇത് ഒറിജിനൽ കൂടി പാസ് ചെയ്യുന്ന y=x എന്ന് പറയുന്ന ഗ്രാഫാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ പറയുന്നത് ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സിൻ്റെയും കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ് എന്ന് കാണിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നമുക്കറിയാം ഇത് 3x-2 എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എക്സ് എടുക്കുക, ഇത് ആഡ് ചെയ്യുന്നു, ഇവിടെ ആഡ് ചെയ്തേക്കുന്ന സബ്ട്രാക്ട് ചെയ്തേക്കുന്ന ആഡ് ചെയ്യണം, ഇൻറ്റു ചെയ്തേക്കുന്ന ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് x+2/3 ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സുമാണ് അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. ഇല്ലേ, ഇത് എക്സിൻ്റെ ഗ്രാഫാണിത്, അല്ലെങ്കിൽ y=x ഗ്രാഫാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാവുന്നതാണ് ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സൂടെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ് എന്ന് ചെക്ക് ചെയ്യാനും നമ്മളടുത്തോട് പറഞ്ഞേക്കുന്നുണ്ട്. ഒബ്സർവ് ദ ഗ്രാഫ് ഓഫ് എഫ് കോമ്പോസിറ്റ് ജി ആണ്, ജി കോമ്പോസിറ്റ് എഫ്, വാട്ട് യു സീ വാട്ട് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ കാണിച്ചത് എഫ് കോമ്പോസിറ്റ് ജി ആണ്. ജി കോമ്പോസിറ്റ് എഫ് എങ്ങനെ കാണിക്കാം? ഈ തിരിച്ച് ഈ എഫും ജിയും തിരിച്ച് എഫ് കോമ്പോസിറ്റ് ജി കണ്ടുപിടിക്കുന്നതിന്, ജി കോമ്പോസിറ്റ് എഫ് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചാൽ മതി.
ഇവിടെ ഇപ്പം ഇത് മാറ്റിയിട്ട് 3x - 2 എന്ന് കൊടുക്കുക. 3x - 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ x + 2/3 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നേരത്തെ ഇവിടെ നമ്മൾ വരച്ച ട്രേസ് ചെയ്ത പാത്താണിത്. അത് കളയണം. നമുക്ക് Ctrl+F ക്ലിക്ക് ചെയ്താൽ അത് പോകും. ഈ Ctrl+F എന്ന് പറഞ്ഞാൽ റിഫ്രഷ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും ഈ അനിമേഷൻ കൊടുക്കാം. നമ്മൾ ഒരിക്കലും അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഈ പ്ലേ ബട്ടൺ നമുക്ക് ആക്റ്റീവ് ആവും. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാണാവുന്നത് ഇതും എന്ത് തന്നെയാണ്, ഒരു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ തന്നെയാണ്. അതായത് y = x-ൻ്റെ ഗ്രാഫാണ് അല്ലെങ്കിൽ x-ൻ്റെ ഗ്രാഫാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ്റെയും അതിൻ്റെ ഇൻവേഴ്സിൻ്റെയും കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അടുത്ത നമുക്ക് 1-2 ആക്ടിവിറ്റിയുടെ പറയുന്നുണ്ട്. നമുക്കിത് പറയുന്നത് അതിൻ്റെ എഫ് ഇൻവേഴ്സ് എഴുതുക, എന്നിട്ടത് വെരിഫൈ ചെയ്യുക. നമുക്ക് ഇതിപ്പോൾ ഇത് തന്നതനുസരിച്ച് നമുക്കതിൻ്റെ എഫ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ അപ്ഡേറ്റ് ഉപയോഗിച്ച് അതിൻ്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കുമ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണെന്ന് വെരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതേപോലെ ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഈ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ഇൻറ്റു ചെയ്തേക്കുന്ന ഏതാണോ, ഇപ്പോൾ ആദ്യം ഇപ്പോൾ x - 2/3 ആണ്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തേക്ക് 3 ആണ്. അപ്പോൾ എക്സിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 3x എഴുതാം. പിന്നെ ഇവിടെ മൈനസ് ചെയ്തേക്കുന്ന ആഡ് ചെയ്യുക. അപ്പം 3x + 2 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയാം. അപ്പം നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തതിൻ്റെ മറ്റൊരെണ്ണമാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നില്ല, ഇത് നിങ്ങൾക്ക് ചെയ്തു, ഇത് ഞാൻ പറയാം. ഇതിപ്പോൾ ഇതേപോലെ നമുക്ക് ടൈപ്പ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെയും നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിന് ഇവിടെ ഞാൻ പറഞ്ഞു 2x + 3 2 + 6 ലാസ്റ്റ് ചെയ്തേക്കുന്ന 6 ആഡ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് x - 6 ആക്കുക. x - 6 സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ √x - 6 എന്നിട്ട് എന്ത് ചെയ്യണം, ഈ +3 ആണ്. അപ്പോൾ -3 /2 എന്ന രീതിയിൽ നമുക്കിതിന് എഴുതാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ അടുത്ത ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യാം. അപ്പം ഈ ഫംഗ്ഷൻ ഓർമ്മ വേണം. 2x + 3 2 + 6 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ (2x + 6 + 3 2 + 6 എന്ന ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുന്നു f(x)ന് പകരം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഇൻവേഴ്സ് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ഇവിടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് SQRT ബ്രാക്കറ്റിൽ ഞാൻ പറഞ്ഞു x - 6, അതിനുശേഷം ബ്രാക്കറ്റിൽ ഇവിടെ -3 എന്ന് വെച്ച് 3 മൈനസ് ചെയ്ത് ഇതിന് ഇത് ഹോൾ ഡിവൈഡ് ബൈ മൊത്തത്തിൽ ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കിതിനെ കാണാവുന്നതാണ്. ഇത് 1 1 on 2 ആയതുകൊണ്ട് അത് ശരിയായിരിക്കും. ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അത് ശരിയാവും. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ റെസ്ട്രിക്ഷൻ കൊടുത്താൽ മതി. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻ കൊടുക്കാം. ഇത് ഇവിടെ മുതൽ 1 1 ആണ്. നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് തന്നെ 1 1 ആക്കാവുന്നതാണ്. എന്നാലും അതിൻ്റെ നമ്മൾ കോമ്പോസിഷൻ നോക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ എത്തിയപ്പോൾ തിരിഞ്ഞു പോകാൻ കാരണം ഇത് ഇവിടെ ഈ ഒരു കണ്ടീഷൻ വരെ അത് ഇൻവേർട്ടിബിൾ ആവത്തുള്ളൂ. കാരണം നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ x ≥ 0 അല്ല വേണ്ട. ഇവിടെ വേണ്ടത് ഇവിടുത്തെ പോയിന്റ് നമുക്ക് അറിയത്തില്ല. വേണമെങ്കിൽ നമുക്കൊരു കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഫങ്ഷൻ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ഇവിടെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1.5 ആണ്. അപ്പോൾ എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1.5. അതെങ്ങനെ കണ്ടുപിടിച്ച് ഇവിടെ നിന്നും ഫങ്ഷൻ ഇൻസ്പെക്ടർ എടുത്ത് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഒക്കെ കാണിക്കും. മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1.5 ആണ്. മാക്സിമം ഒക്കെ പറയുന്നുണ്ട്. നമുക്കത് വേണ്ട. നമുക്ക് ഈ ഒരു വാല്യൂ അതിൻ്റെ ഈ x ആക്സിസിലെ ഈ പോയിന്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി.
എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. നമുക്കിപ്പോൾ അതിൻ്റെ റേഞ്ചൊക്കെ പറയാം. അപ്പം റെസ്ട്രിക്റ്റ് ചെയ്യുമ്പം ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നും കോമ എക്സ് ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1.5 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ അതിൻ്റെ അനിമേഷൻ ഓൺ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കും, അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. നേരത്തെ അങ്ങനെ സംഭവിക്കാൻ കാരണം ഇത് 1, 1, 1, 2 അല്ലാത്തതുകൊണ്ടാണ് നേരത്തെ അങ്ങനെ സംഭവിച്ചത്. അതുപോലെ അടുത്ത് നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കാം. ഇത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ക്യൂബ് റൂട്ടൊക്കെ എടുക്കാൻ ഇതേ ഫംഗ്ഷൻ തന്നെയാണ് എന്തായിട്ട് വരുന്നത്, ഇൻവേഴ്സായിട്ട് വരുന്നത്. സെയിം ഫംഗ്ഷൻ തന്നെ, അത് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് ഞാനത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഇവിടെ പറയുന്നത് 3 - x ക്യൂബ് x raised to 3 raised to 1/3 ആണ്. അത് ബ്രാക്കറ്റിൽ കൊടുക്കുക 1/3. എന്നിട്ട് അതേ ഫംഗ്ഷൻ തന്നെയാണ് താഴെ വരുന്നത്. ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന കാര്യമാണ്. അതേ ഫംഗ്ഷൻ തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കുമ്പോൾ അത് രണ്ട് സെയിം ഫംഗ്ഷനായിട്ട് തന്നെയാണ് വരുന്നത്. എന്നിട്ട് അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സെയിം ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒറ്റ ഗ്രാഫേ വരത്തുള്ളൂ, കാരണം കോൺസൈഡ് ചെയ്ത് കിടക്കുകയായിരിക്കും. അതാണ്ട് ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അവിടെയും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആയിരിക്കും അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മറ്റൊരു കാര്യം മനസ്സിലാക്കാം, ഒരു ഫംഗ്ഷൻ്റെ ഇൻവേർട്ടിബിൾ ആ ഫംഗ്ഷൻ തന്നെ ആവാം. അങ്ങനെയുള്ള ഫംഗ്ഷനെ നമ്മൾ സെൽഫ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട കാര്യമാണ്. സെൽഫ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ എൻ്റെ ഇൻവേഴ്സ് ആ ഫംഗ്ഷനായിട്ട് തന്നെ വരികയാണെങ്കിലാണ് സെൽഫ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുകൂടെ നോക്കാം, 4x/4x+. ഇതിന് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 3x/4 - 4y ആണ്. 4 - 4x ആണ്. എന്നിട്ട് ഇതിൻ്റെ നമുക്ക് അനിമേഷൻ ഓൺ ചെയ്താൽ കിട്ടുന്നത് ഒരു ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഒരു ഫംഗ്ഷനും അതിൻ്റെ ഈ ഇൻവേഴ്സിൻ്റെയും കോമ്പോസിഷൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ് നമുക്ക് തെളിയിച്ച് കാണിക്കാവുന്നതാണ്. നമ്മുടെ പുതിയ മാനുവലിൽ ഇത്ര ആക്ടിവിറ്റീസ് ഇല്ല, 2 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ അതിൻ്റെ ആൻസറാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഇത് തെറ്റാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ തിരുത്തേണ്ടത് 3x/4 - 4x എന്ന് പറയുന്ന അതാണ് ഇതിൻ്റെ നാലാമത്തേതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ആക്ടിവിറ്റി പറയുന്നത്. വളരെ നല്ലൊരു ആക്ടിവിറ്റിയാണ്. ഇവിടെ ഇത് ക്ലാസ്സിലൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.